കാട്ടാക്കട PR വില്യം ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ ജീവദ്യുതി 2025 രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. 100-ലധികം പേർ രക്തം ദാനം ചെയ്യാനെത്തിയിരുന്നു. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ബ്ലഡ് ബാങ്കിലേക്കാണ് രക്തം ശേഖരിച്ചത്. സന്നദ്ധ രക്തദാനത്തിലൂടെ ജീവദാനമെന്ന മഹത്തായ ലക്ഷ്യത്തിലൂടെ ഈ വർഷത്തെ ഗാന്ധി ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി പോൾ ബ്ലഡിന്റെ സഹകരണത്തോടെയാണ് രക്തദാനം നടന്നത്. നമസ്കാരം, എൻ്റെ പേര് അഫ്നയാണ്. NSS PR വില്യം HSS കാട്ടാക്കട സ്കൂളിലെ NSS വോളണ്ടിയറാണ് ഞാൻ. ഇവിടെ ഒക്ടോബർ 3 ഇന്ന് രക്തദിന ക്യാമ്പാണ്. അപ്പം നമ്മളെ കൂടെ NSS കൺവീനറായ എവിലി മിലി ടീച്ചറാണ്. എന്തൊക്കെയാണ് ഇന്നത്തെ ഇവിടുത്തെ പ്രോഗ്രാം? സാധാരണ നമ്മൾ എല്ലാ വർഷവും നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കാറുണ്ട്. അങ്ങനെ ഇന്ന് നമ്മൾ ഇവിടെ ഒക്ടോബർ 3-ാം തീയതി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ പ്രീവിയസ് സ്റ്റുഡൻസ്, നമ്മുടെ NSS വോളണ്ടിയേഴ്സും ഇതിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഈ വർഷം ഞങ്ങൾ പോൾ ബ്ലഡുമായിട്ട് ചേർന്നിട്ടാണ് ഈ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. മെഡിക്കൽ കോളേജിലെ ബ്ലഡ് ബാങ്കാണ് ഇന്നിവിടെ രക്തം സ്വീകരിക്കാൻ വേണ്ടി അവരുടെ ഡോക്ടേഴ്സും സംഘവും ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. കാട്ടാക്കട ഹയർ സെക്കൻഡറി PR വില്യം സ്കൂളിലെ രക്തദാന ക്യാമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 100ഓളം ആൾക്കാർ സൗജന്യമായിട്ട് ഇവിടെ രക്തം ദാനം ചെയ്ത് കഴിഞ്ഞു. ഇനിയും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ രക്തം ദാനം ചെയ്യാൻ വേണ്ടി വന്ന എല്ലാ കൂട്ടുകാർക്കും PR വില്യം ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ വക നന്ദി അർപ്പിക്കുന്നു. CTVക്ക് ഒപ്പം ക്യാമറാമാൻ സതീഷ് പേഴുമൂടിനൊപ്പം ദൃശ്യ.